പൊതുവെ മന്ത്രസാധനകൾ നോക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആ ദേവതയെ കമാൻഡ് ചെയ്യാനാണ് ശ്രമിക്കാറ്. നമ്മുടെ ഹിതത്തിന് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് കൂടുതലും സാധനകളിൽ കണ്ടുവരുന്നത്. ഹിതാനുവർത്തിയാക്കി നിർത്തും. ചില ദേവതകളെ ഹിതാനുവർത്തിയായി നിർത്തിയേ പറ്റുള്ളൂ. ഒട്ടുമുക്കാലും പേര് ചെയ്യുന്നത് ഉപാസനയല്ല, സാധനയാണ്. ഈ വേർതിരിവാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഞാനും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ജനങ്ങളെ പുച്ഛത്തോടു കൂടി കാണുകയും അല്ലെങ്കിൽ കുറച്ച് കാണുകയും ചെയ്യുന്നത് അർത്ഥമല്ല. പർട്ടിക്കുലർ ദേവതയോട് നമ്മൾ ഭക്തി ചെലുത്തിക്കൊണ്ട് ഉപാസനയിൽ അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് നമുക്കൊരു ചീത്ത നടക്കുന്നതായ സമയത്ത് ഈ ദേവത കൊള്ളില്ല. നമ്മൾ അതിൽ നിന്ന് ഭ്രംശം സംഭവിക്കുകയാണ്. മാസാദൂർധ്വം ബഹിർഭവേദെന്നാണ്. ഒരു മാസകാലം ഏത് മന്ത്രമോ അനുഷ്ഠാനമോ ചെയ്യാതിരുന്നാൽ നമ്മൾ ആ ഉപദേശത്തിൽ നിന്ന് പുറത്തു പോകും. ദിവസവും ക്ഷേത്രദർശനം നടത്തുന്നതും വല്ലപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രം നടത്തുന്നതും അത് രണ്ട് കാറ്റഗറിയാണ്. ഒന്നാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം പോകുന്നവൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദേവനെ ഒരു ട്രേഡിംഗ് സെൻ്ററായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പശുക്കൾ എന്ന് പറയുന്നത് ഭക്തരാണ്. അത് വ്യക്തമായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. സംസാര സാഗരത്തിൽ നിൽക്കുന്ന ഓരോരുത്തരും പശു തന്നെയാണ്. അത് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. ഒരു കാലത്ത് ധാരാളം സ്തോത്രങ്ങൾ വായിച്ചിരുന്നു. ഇന്ന് അതിന് സമയമില്ല. വലിയ ഒരു ദീക്ഷയുണ്ട് അല്ലെങ്കിൽ ഉപാസനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പെട്ടെന്നൊരു കൊമ്പ് മുളച്ച് അല്ലെങ്കിൽ പുറകിൽ 2 കൈ മുളച്ചു അഭയവരതങ്ങൾ ഒന്നുമില്ല. നിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ എൻ്റെ കൂടെ നടക്കുന്നതായ ഈ സംസാരയാത്രയിൽ ഞാൻ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രാവിലത്തെ കൃത്യങ്ങൾ തുടങ്ങുന്നത് തന്നെ. നമസ്തേ. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രൊഫസർ ഡോക്ടർ ശ്രീകാന്ത് അയ്യർ സാറാണ്. അദ്ദേഹം തിരുച്ചിറപ്പള്ളി NITയിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. സ്വിസ് ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിലെ ഉപരിപഠനത്തിന് ശേഷം അദ്ദേഹം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ കൂടാതെ അദ്ദേഹം താന്ത്രികമായിട്ടുള്ള ഭാരതീയ ജ്ഞാന പരമ്പരയിൽ അദ്ദേഹത്തിൻ്റെ അറിവ് വളരെ വിശാലമാണ്. നമസ്തേ സാർ. നമസ്തേ. ഭാരതീയ ജ്ഞാന പരമ്പരയിൽ താന്ത്രിക പദ്ധതികളെക്കുറിച്ച്, അനുഷ്ഠാന പദ്ധതികളെക്കുറിച്ചുള്ള അങ്ങ് വളരെയധികം വിശദമായി പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ജനൻ ടിവിയുടെ പ്രേക്ഷകരും അങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് ആദ്യം നമുക്കൊന്ന് സംസാരിച്ചാലും, അതിൽ ഈ ഭക്തി, ഉപാസന, സാധന ഇവയൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞുതരാമോ? ഭക്തിയോഗത്തെ പറ്റി പ്രോബബ്ലി ആദ്യമായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണനാണ്. ഇങ്ങനെ വേണം ഭക്തിയോഗം ചെയ്യാൻ എന്നുള്ളത്. അതിനെ അടിയൊപ്പിച്ചിട്ടാണ് ഭാഷ്യകാരന്മാരായിട്ടുള്ളവരെല്ലാവരും ഭക്തി യോഗം എന്നുള്ളതിനെ ഒരു മോക്ഷോപാധമായിട്ടുള്ള, മോക്ഷത്തിലേക്കുള്ള പാത്വേ ആയിട്ട്, മോക്ഷത്തിലേക്കുള്ള അനുഷ്ഠാനമായി നിയമപ്പെടുത്തുന്നത്. അപ്പോൾ ഭക്തി 2 രീതിയിൽ ഉണ്ട്. അത് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി. 4 വിധത്തിലുള്ള ഭക്തന്മാർ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ആർത്തൻ എന്ന് പറഞ്ഞാൽ അല്പ ഐശ്വര്യത്തെ കാക്ഷിക്കുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ പൊതുവിൽ സാധാരണ ജനങ്ങളെല്ലാം ക്ഷേത്രത്തിൽ പോകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു വഴിപാട് കഴിക്കുന്നത് ഇതെല്ലാം അല്പൈശ്വര്യ കാമനയ്ക്കാണ്. അപ്പോൾ അതായത് നമുക്കൊരു കാര്യം നടക്കണം എങ്കിൽ വേണ്ടിയിട്ട്. അതല്ലാതെ കണ്ട് ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നവർ, ഇതെല്ലാം ആ ഒരു കാറ്റഗറിയിലാണ്. ഇത് ഒരു ചോദ്യം, ഈ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നതും വല്ലപ്പോഴും ആവശ്യമുള്ളപ്പോൾ മാത്രം നടത്തുന്നതും അത് 2 കാറ്റഗറിയാണ്. ഒന്നാണ്. 2 കാറ്റഗറിയാണ്. ആവശ്യമുള്ളപ്പോൾ മാത്രം പോകുന്നവൻ ശരിക്കും പറഞ്ഞാൽ ഒരു ദേവനെ ഒരു ട്രേഡിംഗ് സെൻ്ററായിട്ടാണ് കാണുന്നത്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ പോകും, ഞാൻ ഇന്ന വഴിപാട് കഴിക്കും, ദേവൻ അത് സാധിച്ചു തരണം എന്നുള്ള ഒരു ഇതാണ്. എന്നിട്ട് അവർക്ക് വിശ്വാസത്തിൻ്റെ ലെവൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, അവർ എന്തെങ്കിലും ഒരു വഴിപാട് കഴിക്കും, എന്നിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു വല്ലാതെ ദുഷിക്കും. കാരണം അത് ഒരു റെഗുലറായിട്ട് കാണുന്ന ഒരു പാറ്റേണാണ്. പക്ഷേ എന്ന് വെച്ചിട്ട് കുറച്ച് കാണാനും പറ്റില്ല. നമ്മൾ ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്നവരും നടത്താത്തവരും തമ്മിൽ നമ്മളങ്ങനെ ഒരു ഗ്രഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. പക്ഷേ എന്നാൽ പോലും ഭക്തിയുടെ ഒരു ഏറ്റവും താഴ്ന്ന പടിക്കെട്ട് എന്ന് പറയുന്നത്
ഈ ആർത്തൻ എന്ന് പറയുന്ന ഒരു ഇതാണ്. അതായത് നമ്മൾ അല്പ ഐശ്വര്യകാംക്ഷി, അതായത് നമ്മുടെ ജീവിതം വളരെ സഫലമായിട്ടും കാര്യങ്ങൾ നമ്മുടെ സൗകര്യങ്ങളോട് കൂടി മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു അങ്ങനെയുള്ള അവസ്ഥകളിൽ ചില കാലഘട്ടങ്ങളിൽ നമുക്ക് ജിജ്ഞാസ ഉണ്ടാകുന്നുണ്ട്. ഇതെന്താണ്, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഇത്. അങ്ങനെയാണ് പടിക്കെട്ട് കയറുന്നത് പോലെ ഭക്തിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെവലുകൾ കടക്കുന്നത്. ഉത്തമ ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനം ആണ്. ജ്ഞാനം എന്ന് പറയുന്നത് കേവല ജ്ഞാനമല്ല, അനുഷ്ഠാന പര്യന്തമായ ജ്ഞാനമെന്ന, അതായത് ജ്ഞാനം ഭക്തിയിൽ കൊണ്ടുവിടണം, ഭക്തി മൂലം ജ്ഞാനം ഉരുത്തിരിയണം. ജ്ഞാനീതു ആത്മൈവ മേമതം, ജ്ഞാനി എനിക്ക് ആത്മാവാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ഭഗവാൻ ആത്മാവായിരിക്കുമ്പോഴും ജ്ഞാനി എനിക്ക് ആത്മാവാണെന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. അപ്പം ജ്ഞാനി എന്ന് അവിടെ അർത്ഥമാക്കുന്നത് ഭക്തിയുടെ അപാര സോമാനത്തിൽ നിൽക്കുന്ന ആളാണ് എന്ന് എല്ലാ ഭാഷ്യകാരന്മാരും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോ ഈ വിദ്യയ്ക്ക്, ഇത് ബ്രഹ്മവിദ്യകളെന്ന് പറഞ്ഞിട്ട് ഉപനിഷത്തുകളിൽ 32ഓളം ബ്രഹ്മവിദ്യകളെ പറ്റി പറയുന്നുണ്ട് മുക്തിക്ക് വേണ്ടിയിട്ട് അനുഷ്ഠിക്കേണ്ടതിൽ. ഈ പർട്ടിക്കുലർ വിദ്യയ്ക്ക്, ഭക്തിയോഗം ആയിട്ടുള്ള വിദ്യയ്ക്ക് ഭൂമ എന്ന് പറയും. ഭൂമവിദ്യ എന്ന് പറഞ്ഞാൽ തൈലധാരാവത് അവിഛിന്നമായിട്ട്, അതായത് നമ്മളൊരു പാത്രത്തിൽ നിന്ന് എണ്ണ കോരി ഇങ്ങനെ ഒഴിക്കുകയാണെങ്കിൽ ആ എണ്ണ മുറിയില്ല, ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അങ്ങനെ മുറിയാത്ത രീതിയിലുള്ള ഭഗവത് ചിന്തനം. തന്ത്രം അല്ലെങ്കിൽ യോഗത്തിലൊക്കെ ഇതിന് സവികൽപ്പ സമാധി എന്ന് പറയും. ഓപ്പോസിറ്റാ. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും, പക്ഷേ മനസ്സ് ദൈവത്തിലായിരിക്കും, നമ്മുടെ ഇഷ്ടദേവതയിലായിരിക്കും മനസ്സുണ്ടാവുക. ബാക്കി എല്ലാ ആക്ഷനുകളും ചെയ്യും. രാവിലെ കുളിക്കും, ഓഫീസിൽ പോകും, ആൾക്കാരോട് വഴക്കുണ്ടാക്കും, എല്ലാ കാര്യവും ചെയ്യും. പക്ഷേ മനസ്സ് അപ്പോഴും ഇതെല്ലാം ചെയ്യുമ്പോഴും ഇത് മനസ്സ് ഭഗവാനിൽ അല്ലെ ഭഗവതിയിൽ അർപ്പിതമായിട്ടുണ്ട്. അത് തൈലധാരാവിത് അവിഛിന്നമായ സ്മൃതി, അതിനെയാണ് ഭക്തി എന്ന് പറഞ്ഞ് എല്ലാ ആചാര്യന്മാരും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഭൂമവിദ്യയിൽ എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നിനെ കേൾക്കുകയോ മറ്റൊന്നിനെ ചിന്തിക്കുകയോ മറ്റൊന്നിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാതെ ഭഗവത് ചിന്തനം മാത്രമായി കഴിയുന്നത്. രണ്ടും തമ്മിൽ കോൺട്രഡിക്ടറി അല്ല, ഇത് രണ്ടും ഒന്നാണ്. അപ്പം അങ്ങനെയാണ് ഭൂമവിദ്യയുടെ ഡെഫിനിഷൻ. അപ്പം ഭക്തിയുടെ പരാകാഷ്ഠയായിട്ടുള്ളത് പരഭക്തി, പരജ്ഞാന, പരമഭക്തി നിലകളായിട്ട് പറയുന്ന എല്ലാ നിലകളും നമ്മൾ സമാധ്യാവസ്ഥകൾ തന്നെയാണ്. സോ ഭക്തിയും ഉപാസനയും തമ്മിൽ വേറിട്ട് കാണാൻ പറ്റില്ല. ഭക്തി തന്നെയാണ്. ഭക്തിയുടെ ഒരു വളരെ പരമകാഷ്ഠയായിട്ടുള്ള ലെവലാണ് ഉപാസന. ഇപ്പോൾ ശ്രീവിദ്യയിൽ എന്നുള്ള പരമ്പരയിലാണെങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഭഗവതിയുടെ അടുത്ത് പറയുകയാണ്, സംസാരയാത്രാം അനുവർത്തിയേഷ്യ തവ അനുജ്ഞയേവ സംസാരയാത്രാം അനുവർത്തിയേഷ്യ. രാവിലെ എനിക്കിവിടെ ഫുൾ ടൈം ഇരിക്കണം എന്ന് ആഗ്രഹം ഉണ്ട്, പക്ഷേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ നടക്കണം. അപ്പോൾ നിൻ്റെ അനുഗ്രഹം കൊണ്ട് നീ എൻ്റെ കൂടെ നടക്കുന്നതായ ഈ സംസാരയാത്രയിൽ ഞാൻ പ്രവേശിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ രാവിലത്തെ കൃത്യങ്ങൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ രാത്രി എന്നൊരു കാലം പൊതുവെ തന്ത്രങ്ങളിൽ കാണാൻ പറ്റില്ല. രാത്രി എന്ന് പറഞ്ഞാൽ പോലും രാവിലെയാണ് സമയം. ഇന്ന് രാവിലെ തൊട്ട് നാളെ രാവിലെ വരെയാണ്. ഇതിനിടയ്ക്കില്ല. ഇതിനിടയ്ക്ക് ഉറങ്ങണമെങ്കിൽ അത് നമ്മുടെ ചോയ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല ഉപാസനയിൽ. ഭക്തിയിലും ബ്രേക്ക് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. അപ്പോൾ ഭക്തി എന്നുള്ളതിനും ഉപാസന എന്നുള്ളതിനും ബേസിക്കലി രണ്ടും അർത്ഥപുഷ്ടി കൊണ്ടും അനുഷ്ഠാന വിശേഷങ്ങൾ കൊണ്ടും നോക്കിക്കഴിഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഭക്തിയുടെ പരമമായ നിലയിൽ ഉപാസനയും ഉപാസനയുടെ പരമമായ നിലയിൽ ഭക്തിയും. ഇതിൻ്റെ രണ്ടിനും വളരെ ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടോട്ടലായിട്ടുള്ള സറണ്ടറാണ്. പരിപൂർണ വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചീത്ത നടന്നാലും അതിൽ നിന്ന് നമുക്ക് സങ്കടം വരില്ല എന്നോ അല്ലെങ്കിൽ നമുക്കതുകൊണ്ടുള്ള മാനസിക വിഷമങ്ങൾ വരില്ല എന്നോ അല്ല. അതിൽ നിന്ന് പെട്ടെന്ന് കരകയറി നമ്മൾ സ്വയം സ്ഥിതപ്രജ്ഞനായിട്ട് ഇരുന്ന് അടുത്തതെന്ത് ചെയ്യാം
എന്ന് ആലോചിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ. ഒരു സ്ഥിരത. പെട്ടെന്ന് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ദേവതയോട് നമ്മൾ ഭക്തി ചെലുത്തിക്കൊണ്ട് ഉപാസനയിൽ അങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് നമുക്കൊരു ചീത്ത നടക്കുന്നതായ സമയത്ത് ഈ ദേവത കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒരാളുടെ അടുത്ത് പോയിട്ട് നമ്മൾ അവിടെ പെട്ടെന്ന് താൽക്കാലികമായിട്ട് ഒരു വഴിപാട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ നിന്ന് ഭ്രംശം സംഭവിക്കുകയാണ്. നമ്മുടെ ആ ഒരു പാത്വേയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുകയാണ്. സോ അത് എല്ലാ ആചാര്യന്മാരും ശൈവമായാലും വൈഷ്ണവമായാലും ശാക്തതന്ത്രങ്ങളായാലും ഒക്കെ അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പാത്തിൽ കൂടി പോകുന്നു, നമുക്ക് മറ്റൊരു പാത്തിലേക്ക് മാറാനുള്ള ചോയ്സ് ഇല്ല എന്നതിനർത്ഥമില്ലല്ലോ. ഇല്ല, ചോയ്സ് ഉണ്ട്, ധാരാളമായിട്ട് ചോയ്സ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ഇവിടെ നടക്കുന്നതായ ഒരു ചെറിയ ഒരു മാനസിക വ്യഥയെ കൊണ്ട് നമ്മൾ മാറരുത്. താത്വികമായ ഒരു സപ്പോർട്ടും കൂടെ വേണം. ഇവിടെ നമ്മൾ പൂർണ്ണമായും നമ്മൾ കണ്ടു അതിൻ്റെ പൂർണ്ണതയ്ക്കായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് അങ്ങനെ കൂടെ കണ്ട് നമ്മൾ മാറുന്നത് വളരെ നല്ല ഒരു കാര്യം. കാരണം എല്ലാ ആചാര്യന്മാരും പല മതങ്ങളിലൂടെയും പല സമ്പ്രദായങ്ങളിലൂടെയും സഞ്ചരിച്ചവരാണ്. ശൈവ നായനന്മാരിൽ അപ്പർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പർ എല്ലാ മതങ്ങളും അനുഷ്ഠിച്ച ആളാണ്. ജൈനനായിരുന്നു, ബൗദ്ധനായിരുന്നു. അദ്ദേഹത്തിന് ഇതൊക്കെ നല്ലോണം അറിയാം, നല്ലോണം പ്രാക്ടീസ് ചെയ്ത ആളാണ്. വൈഷ്ണവ സിദ്ധന്മാരിൽ ഭാർഗവമുനി എന്ന് വിളിക്കുന്നതായ തിരുമഴിസൈ ആഴ്വാർ, അദ്ദേഹം പാട്ടിൽ തന്നെ പറയുന്നുണ്ട്, ശാക്യം ഗത്തോം ശമണം ഗത്തോം ശങ്കരനാറാക്കിയ ആഗമനൂലാരായിന്തോം. എല്ലാം ഞാൻ ജൈനനായിരുന്നു, ശൈവനായിരുന്നു, ബൗദ്ധനായിരുന്നു, അതിനുശേഷം ഇവിടെ വന്നു. സോ ഓരോരുത്തർക്ക് അവരുടെ റിയലൈസേഷൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു പാത മാറുന്നതിനകത്ത് യാതൊരു മിസ്റ്റേക്കും ഇല്ല. നമ്മളൊരു ഗുരുവിൽ നിന്ന് മറ്റൊരു ഗുരുവിലേക്ക് മാറാം, ഇതൊക്കെ അനുവദനീയമായ കാര്യങ്ങളാണ്. പക്ഷേ അത് വളരെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളുടെ പേരിലോ ആവരുതെന്ന് മാത്രം. അതിനൊരു ഫണ്ടമെൻ്റൽ ബേസ് വേണം. ഭക്തിയുടെ പൂർത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് ദേവതകളെ മാറുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ സാധന എന്ന വാക്ക് അത് ഇവിടെ വരും. സാധന എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുമ്പം ശരിയാവാം തെറ്റാവാം, ഉപാസനയും സാധനയും അല്പം രണ്ടാണ്. സാധനയ്ക്ക് ഒരു ലിമിറ്റഡ് കോമ്പൗണ്ട് ഉണ്ട്, ലിമിറ്റഡ് ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നമ്മളൊരു പർട്ടിക്കുലർ ദേവതാവിശേഷത്തിൻ്റെ മന്ത്ര ഉപദേശം വാങ്ങിക്കൊണ്ട് ആ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഇത്ര ലക്ഷം ജപം, അതിൻ്റെ ഹോമം പുരസ്കരണം ഇത്യാദികൾ ചെയ്ത് ആ മന്ത്രസിദ്ധി വരുത്തണം. ഇപ്പം മന്ത്രസിദ്ധി ലക്ഷണങ്ങളെല്ലാം നമുക്ക് മന്ത്രസിദ്ധിക്ക് എന്ന് പറഞ്ഞ് ചില ലക്ഷണങ്ങളൊക്കെ പല തന്ത്രങ്ങളിലും പറയുന്നുണ്ട്. നല്ല സ്വപ്ന ദർശനം ഉണ്ടാവണം, നമുക്ക് നല്ല ചുറ്റുപാടും നല്ല ഒരു സുഗന്ധപൂരിതമായിരിക്കണം എപ്പോഴും. എത്ര ദുർഗന്ധപൂരിതമായ സ്ഥലത്ത് ചെന്നാലും ആ സുഗന്ധം നമ്മളെ ചുറ്റും നിലനിൽക്കണം. അങ്ങനെ ചില മന്ത്രസിദ്ധിക്ക് എന്ന് പറഞ്ഞ് ചില ടെക്നോളജിക്കലായിട്ടുള്ള ടേമുകൾ പറയുന്നുണ്ട്. ഏത് മന്ത്രത്തിൻ്റെ സിദ്ധിക്ക് ഉണ്ട്. ഏത് മന്ത്രത്തിൻ്റെ സിദ്ധിക്കും അത് നമ്മളെ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിലനിർത്തണം. എങ്കിൽ അതുകൊണ്ട് ഒരു പുരസ്കരണം കൊണ്ട് സിദ്ധി ആയില്ലെങ്കിൽ 2, 3, 4, 5 അത് എത്ര പുരസ്കരണം ചെയ്താലും അത് പിന്നെ ചില തന്ത്രങ്ങളൊക്കെ അതിന് ലിമിറ്റ് പറയുന്നുണ്ട്. ഇപ്പം 3 പുരസ്കരണം ചെയ്തിട്ടും മന്ത്രസിദ്ധി വന്നില്ല എന്നുണ്ടെങ്കിൽ മന്ത്രസിദ്ധി വന്നു എന്ന് കരുതാനും ചില തന്ത്രങ്ങൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ചിലർക്ക് പ്രത്യക്ഷമായിട്ട് ഒന്നും ഫലിച്ച് കണ്ടോളണം എന്നില്ല. മന്ത്രത്തെ ചിലർ സാക്ഷാത്കരിക്കും. അതായത് മന്ത്രസ്വരൂപം അവർക്ക് ധ്യാനത്തിൽ തെളിഞ്ഞു വരും. മന്ത്രത്തിൻ്റെതായ ദേവതാസ്വരൂപം അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റായിട്ടോ ഒരു ഫിസിക്കൽ എൻറ്റിറ്റി ആയിട്ടോ തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ വരുന്നതായ കാലത്ത് ആ ദേവതയും ആ സാധകനും തമ്മിൽ ഒരു ഭേദമില്ല. അപ്പം സാധകൻ പറയുന്ന കാര്യം ദേവത ചെയ്യുകയും ദേവതയ്ക്ക് അനുസരിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ സാധകനും പ്രവർത്തിക്കണം. അതൊരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരിതാണ്. എന്നിട്ടാണ് ആ മന്ത്രം കൊണ്ടുള്ള പ്രയോഗങ്ങൾ മുതലായ കാര്യങ്ങൾ നമുക്കുള്ള കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്നത്. അതൊരു ലിമിറ്റഡ് പീരിയഡ് ഓഫ് ടൈമിലാണ്, ആ ടൈം ഫ്രെയിമിലാണ് അത് വർക്ക് ചെയ്യുന്നത്.
സാധനാ കാലഘട്ടങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ആ സാധകന് വേണമെങ്കിൽ ആ മന്ത്രം പിന്നീട് തുടർന്ന് അനുസന്ധാനം ചെയ്യാതെയും ഇരിക്കാം. അതായത് അപ്പോൾ അങ്ങനെ അത് അനുസന്ധാനം ചെയ്യാതിരിക്കുക, അതായത് സ്റ്റോപ്പ് ചെയ്യാം. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മൾ ജപസമർപ്പണം ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു സമർപ്പണം ചെയ്ത് പരസ്പരം നന്ദി പറഞ്ഞ് പിരിയാം. പിന്നെ ഒരിക്കൽ ആ മന്ത്രം ആ ദേവതയെ നമുക്ക് വീണ്ടും ജപിക്കണമെന്ന് തോന്നി വീണ്ടും പുരസ്കരണം ചെയ്ത് തന്നെ ജപിക്കണം. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ദിവസവും ഒരു ഇത്ര നമ്പറെങ്കിലും, ഒരു മിനിമം 12 നമ്പറെങ്കിലും ദിവസവും ഈ മന്ത്രം ജപിച്ച് തുടർന്ന് പോകണം. ഒരു മാസകാലം ഏത് മന്ത്രവും ജപിക്കാതിരുന്നാൽ അതിൻ്റെ ഉപദേശം വിട്ടുപോകും. മാസാദൂർധ്വം ബഹിർഭവേദെന്നാണ്. ഒരു മാസകാലം ഏത് മന്ത്രമോ അനുഷ്ഠാനമോ ചെയ്യാതിരുന്നാൽ നമ്മൾ ആ ഉപദേശത്തിൽ നിന്ന് പുറത്തു പോകും. തിരിച്ച് രണ്ടാമത് ഉപദേശം വാങ്ങി മാത്രമേ ആ അനുഷ്ഠാനം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറുന്ന ദേവതകളുണ്ട്. ഒരു അതിൽ നിന്ന് അടുത്തതിലേക്ക് മാറി. ഇപ്പോൾ ബാലയിൽ നിന്ന് മുകളിൽ അങ്ങനെ മാറി നവാഷിയിലേക്ക് കയറും. അപ്പോൾ ബാല കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നവാഷിയിലേക്ക് പോകുമ്പോൾ പിന്നെ ബാല നമ്മൾ ജപിക്കാറില്ലല്ലോ. ജപിക്കണം. മിനിമം നമ്പർ ആണ്. ഇപ്പം അതുകൊണ്ടാണെന്ന് വെച്ചാൽ ശ്രീവിദ്യയിലൊക്കെ എന്ന് പറയുമ്പോൾ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ മന്ത്രങ്ങളെല്ലാം പൂർവാംഗ ഉത്തരാംഗങ്ങളായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം 108 പഞ്ചദശാക്ഷരി ജപിച്ചാൽ അതിൻ്റെ 1/10 ബാക്കിയുള്ള മന്ത്രങ്ങളെല്ലാം ജപിക്കണം. അത് നിത്യജപത്തിൽ അത് കരുതുന്നുണ്ട്. പിന്നെ ചില തന്ത്രങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ പാടെ നമുക്ക് ആ ഒരു സെറ്റ് ഓഫ് മന്ത്രങ്ങൾ മുഴുവനും പദ്യം ചൊല്ലുന്നത് പോലെ അങ്ങ് ചൊല്ലിപ്പോയാൽ മതി. പക്ഷെ ആ സ്മരണം എപ്പോഴും ഉണ്ടാവണം. വിട്ടാൽ ഒരു മാസകാലം വിട്ടാൽ അത് തിരിച്ച് ഉപദേശം വാങ്ങാതെ അത് വർക്കാവില്ല. ഈ ആധുനിക കാലത്ത് ഈ തന്ത്രത്തിന് അല്ലെങ്കിൽ താന്ത്രികതയ്ക്ക് ഇത്തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ, മന്ത്രജപം, അതിലേക്കൊക്കെ ധാരാളം ആളുകൾ വന്നു ചേരുന്നുണ്ട്. അങ്ങനെ വന്നു ചേരുമ്പോൾ പല ആളുകളും വേദാന്തം പറയുന്ന സ്വാമിമാർ, സന്യാസിമാരൊക്കെ അത് വേറൊരു രീതിയിൽ ഭക്തിയെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ താന്ത്രികതയിൽ നിൽക്കുന്ന ആളുകൾ വേറൊരു അവസ്ഥയിലാണ്. അത് ഭക്തിയല്ല ഞങ്ങൾ എന്ന് പറയുന്നൊരു രീതിയിലാണ്. അപ്പോൾ ഭക്തരോട് ഭക്തി എന്ന് പറയുന്ന വികാരം മാത്രം പുലർത്തുന്നവരോട്, അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ മാത്രം പോയിട്ട് പ്രാർത്ഥിക്കുന്നു, ദേവതയോട് പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ പങ്കെടുക്കുന്നു, വഴിപാടുകൾ നടത്തുന്നു, സ്തോത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ആലപിക്കുന്നു, അത് വേറൊരു തലത്തിലാണ്. അങ്ങനെ ഒരു വേർതിരിവ് വരുന്നത് പോലെ ഒരു ഫീല് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ പരിശോധിക്കുകയാണെങ്കിലും യൂട്യൂബ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു പ്രധാന ഇതിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താകും? ഒന്നാമത് സാധനയ്ക്കും ഉപാസനയ്ക്കും ഉള്ള വ്യത്യാസം ശരിക്ക് അത് ആൾക്കാർ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. ഒട്ടുമുക്കാലും പേര് ചെയ്യുന്നത് ഉപാസനയല്ല, സാധനയാണ്. ഒരു മന്ത്രം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ സാധന ചെയ്യുന്ന സമയത്ത് ഇത് ഭക്തി, സാധന ഒരിക്കലും ഒരു ഭക്തിയല്ല, അതൊരു ഭക്തിയാണ്, ഒരു വളരെ ലിമിറ്റഡ് ലെവലിലുള്ള ഭക്തിയാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം നമ്മളിപ്പോൾ പൊതുവെ മന്ത്രസാധനകൾ നോക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആ ദേവതയെ കമാൻഡ് ചെയ്യാനാണ് ശ്രമിക്കാറ്. അതായത് നീ അത് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് ചെയ്യാനാണ് ശ്രമിക്കാറ്. അപ്പോൾ ദേവതയ്ക്കൊരു ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ട് ദേവതയെ നമ്മൾ നമ്മുടെ ഹിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്താനുള്ള ശ്രമമാണ് കൂടുതലും സാധനകളിൽ കണ്ടുവരുന്നത്. അതെ, അത് ഏത് ലെവലിലാണ് ഡീൽ ചെയ്യുന്നതെന്നുള്ളത് അതാത് അനുഷ്ഠാനങ്ങളെ കൊണ്ട് വ്യത്യാസപ്പെടും. കാരണം ചില ദേവതകൾ നമ്മുടെ ഹിതാനുവർത്തിയായി വർത്തിക്കില്ല. അപ്പോൾ അവരുടെ അടുത്ത് നമ്മളൊരു സബ്മിസീവായിട്ട് നിന്ന് കാര്യം സാധിച്ചെടുക്കണം. ചില ദേവതകളെ ഹിതാനുവർത്തിയായി നിർത്തിയേ പറ്റുള്ളൂ. ഇത് അത് ചെയ്യ് എന്ന് പറയാൻ പറ്റുന്ന ദേവതകളും ഉണ്ട്. അപ്പം ഇതിനെല്ലാം ഒരേ സ്കെയിലിൽ അളക്കാൻ പറ്റില്ല, വ്യത്യസ്ത പാരാമീറ്ററാണ്. അപ്പോൾ നമ്മൾ പിന്നീട് ക്ഷേത്രത്തിൽ പോകുന്നവർ അങ്ങനെയുള്ള ഭക്തി കീർത്തനങ്ങൾ ആലപിക്കുന്നവരെയോ സ്തോത്രങ്ങൾ ആലപിക്കുന്നവരെയോ കണ്ട് അവരെ പുച്ഛിക്കേണ്ടതായ യാതൊരു ആവശ്യവുമില്ല. അവരെല്ലാം പൊട്ടൻഷ്യലി എന്നെങ്കിലും ഒരു കാലത്ത് ഉപാസകനായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുന്നവരാണ്. അവർക്ക് ആ ഒരു സമയം എത്തിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപക്ഷെ ഉപാസന ചെയ്യുന്ന കാലത്ത് നമുക്ക് ഇപ്പോൾ ഒരു ഉപാസന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് പറയാണ്. പണ്ടൊക്കെ സൗന്ദര്യ ലഹരിയോ അല്ലെങ്കിൽ എത്രയോ സ്തോത്രങ്ങളൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം സ്തോത്ര പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്രയി എന്നാണ് സാധാരണ നമ്മൾ പറയുന്നത്. ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്തുകൾ.
വേദാന്തത്തിൻ്റെ സൈഡിൽ പ്രസ്ഥാനത്രയാണ്. ഇതല്ലാതെ തന്നെ പ്രസ്ഥാന ചതുഷ്ടയം എന്ന് പറഞ്ഞിട്ട് ഒരു 4ാമതായി സ്തോത്ര പ്രസ്ഥാനത്തെ കൂടെ കരുതണം എന്ന് അഭിപ്രായം ഉള്ളവർ ഒരു വേദാന്തികൾ ഉണ്ടായിരുന്നു. കാരണം സ്തോത്രം എന്ന് പറയുന്നത് 2 രീതിയിൽ ഉള്ള സ്തോത്ര ലിറ്ററേച്ചറുണ്ട്. നോക്കിയാൽ വേദങ്ങളിൽ സ്തോത്രമുണ്ട്, പുരാണങ്ങളിൽ സ്തോത്രമുണ്ട്, ഇതിഹാസങ്ങളിൽ സ്തോത്രമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സോ സ്തോത്രം വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ പല രീതിയിലും ചില ചെറിയ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് പരബ്രഹ്മ വിഷയമായിട്ട് വരെയുള്ള സ്തോത്രങ്ങളുടെ ഒരു വലിയ വേരിയേഷൻ, സഹസ്രനാമം എല്ലാം ഇത് കാറ്റഗറിയിലാണ് സ്തോത്രമാണ്. ഫലശ്രുതി ഇല്ലാത്ത സ്തോത്രങ്ങളുമുണ്ട്, ഫലശ്രുതി ഇല്ലാത്ത സ്തോത്രങ്ങളുമുണ്ട്. അതുകൊണ്ട് സ്തോത്രം വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ അത് ചെയ്യുന്ന ഒരു കാലത്ത് ധാരാളം സ്തോത്രങ്ങൾ വായിച്ചിരുന്നു. ഇന്ന് അതിന് സമയമില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇന്നതിന് സമയമില്ല എന്നല്ല, നമുക്ക് ഇന്ന് നിത്യാനുസന്ധാനത്തിന് എന്ന് പറഞ്ഞ് കമ്പൽസറി ആയ ചില സ്തോത്രങ്ങളുണ്ട്. അതെല്ലാം കൂടി ചെയ്തു കഴിയുമ്പോൾ വേറൊരു സ്തോത്രം വായിക്കാൻ, ഒരു സൗന്ദര്യലഹരി വായിക്കാൻ പോലും നമുക്ക് സമയം കിട്ടില്ല. ഞാൻ ഫോളോ ചെയ്യുന്ന തന്ത്രഗ്രന്ഥം അനുസരിച്ചിട്ട് അവിടെ സൗന്ദര്യലഹരി വായിക്കണം എന്നുള്ളത് കമ്പൽസറി ആയിട്ട് പറഞ്ഞിട്ടുമില്ല. മറിച്ച് കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട സ്തോത്ര ഗ്രന്ഥങ്ങളുണ്ട്. സോ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മളിപ്പം ഒരാൾ അവിടെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം വായിക്കുന്ന ആളെ നമ്മൾ നോക്കി പുച്ഛിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് കണ്ട് ചിലപ്പോൾ എനിക്ക് കുശുമ്പ് തോന്നാറോ, അയ്യോ വിഷ്ണു സഹസ്രനാമം വായിച്ചിട്ട് എത്ര നാളായി എന്ന് തോന്നാറുണ്ട്. സത്യമായിട്ടും അങ്ങനെ തോന്നിയിട്ടുണ്ട് പല അവസരം. ഇത് വായിച്ചിട്ട് ഹരിനാമകീർത്തനം വായിച്ചിട്ട് എത്ര കാലമായി എവിടെയെങ്കിലും റെക്കോർഡ് കേൾക്കുമ്പോഴായിരിക്കും ഞാനപ്പ ഇത് ഇത്ര മധുരമായിട്ട് കേൾക്കുന്നു, ഇത് നമ്മൾ ഒന്ന് റിസൈറ്റ് ചെയ്തിട്ട് എത്ര നാളായെന്ന് തോന്നാറുണ്ട്. അത് വാസ്തവമായിട്ട് സൗന്ദര്യലഹരിയൊക്കെ ഇപ്പോൾ മുമ്പൊക്കെ ദിവസവും 10 ശ്ലോകം വെച്ച്, അല്ലെങ്കിൽ നാരായണീയം ദിവസവും 1 അധ്യായം വെച്ച്, ഇങ്ങനെയൊക്കെ പതിവുണ്ടായിരുന്നതാണ്. സപ്തശതി, ചണ്ഡി, അതിങ്ങനെ തുടർന്ന് പാരായണം ചെയ്ത വർഷങ്ങളോളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ വർഷത്തിലൊന്ന് നവരാത്രി സമയത്ത് ഒന്ന് മുക്കി പിടിച്ച് ചെയ്താലായി. ഇന്നത്തെ സാഹചര്യത്തിൽ എനിക്കുള്ള ആ സപ്തശതിയുടെ ഫ്ലുവൻസി വെച്ച് എനിക്കൊരു 2.5 മണിക്കൂർ കൊണ്ട് തീർക്കാം. പണ്ട് 7 ദിവസം കൊണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ, പക്ഷെ ഇന്ന് ആ 2.5 മണിക്കൂർ നമുക്ക് ഇല്ല. സോ അതുകൊണ്ട് നമ്മൾ കമ്പാരിസൺ എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും, ഞാനും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്, ഭക്തജനങ്ങളെ മറ്റേ പുച്ഛത്തോടു കൂടി കാണുകയും അല്ലെങ്കിൽ കുറച്ച് കാണുകയും ചെയ്യുന്നത് അർത്ഥമല്ല. കാരണം ഇന്നത്തെ ഭക്തനാണ് നാളത്തെ സാധകൻ, മറ്റന്നാളത്തെ ഉപാസകൻ. സോ അത് ഒരു ഡെവലപ്മെന്റ് പ്രോസസ്സാണ്. ഓരോരുത്തരും ഓരോ ഡെവലപ്മെന്റ് പ്രോസസ്സ്. പുതിയൊരു വ്യാഖ്യാനം കേട്ടിട്ട് പശുലോക ഭയങ്കരി എന്ന് പറയുന്നത്, ഈ പശു എന്ന് പറയുന്നത് മൃഗമാണ് എന്നുള്ളതായിരുന്നല്ലോ. ഇപ്പോൾ പശുക്കൾ എന്ന് പറയുന്നത് ഭക്തരാണ്, ഭക്തർ ആരെ ഭയപ്പെടുത്തി നിർത്തുന്നു എന്ന് പറയുന്ന രീതിയിലൊരു വ്യാഖ്യാനം. അത് വ്യക്തമായിട്ട് അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ്. ശൈവ ദീക്ഷകളിൽ പശു പതി പാശം എന്നാണ് പറയുന്നത്. പതി ഭഗവാനാണ്, പാശം എന്ന് പറയുന്നത് നമ്മളെ സംസാരത്തിൽ ചുറ്റിപ്പെട്ട് നിൽക്കുന്ന സർവത്രതായ ക്രിയകളാണ്. ദീക്ഷിതൻ ഉൾപ്പെടെ പശുവായിട്ടാണ് കണക്കാക്കുന്നത്. ദീക്ഷിതൻ ഉൾപ്പെടെ പശുവായിട്ടാണ് കണക്കാക്കുന്നത്. സംസാര സാഗരത്തിൽ നിൽക്കുന്ന ഓരോരുത്തരും പശു തന്നെയാണ്. അപ്പോൾ നമ്മൾ ആരെയും കുറ്റം പറയാനൊന്നുമില്ല. നമ്മൾ വലിയ ഒരു ദീക്ഷയുണ്ട് അല്ലെങ്കിൽ ഉപാസനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പെട്ടെന്നൊരു കൊമ്പ് മുളച്ച് അല്ലെങ്കിൽ പുറകിൽ 2 കൈ മുളച്ചു അഭയവ്രതങ്ങൾ ഒന്നുമില്ല. നമ്മൾ പശു തന്നെയാണ്. നമ്മൾ പശുത്വം എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ മോചനത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു ഉദാഹരണം, ഇതിലൊരു സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പല ആൾക്കാരും പൂർണ്ണദീക്ഷ എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയി, ഇനിയിപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഗുരുവാവാം എന്നുള്ള ഒരു ചിന്താഗതിയാണ്. പിറ്റേ ദിവസം ദീക്ഷ കൊടുത്ത് തുടങ്ങുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഒരിക്കലും ഇതൊരു ഇതല്ല. പൂർണ്ണദീക്ഷ എന്ന് പറയുന്നത് ജസ്റ്റ് കംപ്ലീഷൻ ഓഫ് ഡിഗ്രി. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ് ആയിട്ടില്ല, നമ്മൾ ട്രെയിനിങ് ഇല്ല, ഒന്നുമില്ല, പക്വതയില്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. സർട്ടിഫിക്കറ്റ് മേടിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് എവിടെ ചെന്നാലും, ഒരു സാധാരണ ജോലിക്ക് ചെന്നാലും നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ലേ ചോദിക്കുന്നത് വർക്ക്. സോ പിന്നീട് വർഷങ്ങളോളം നമ്മൾ
പ്രാക്ടീസ് ചെയ്യുകയും അതിൽ പക്വത വരികയും ഇത് കറക്റ്റാണ്, ഇത് ശരിയല്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് രീതി, ആ ഒരു രീതിയിലുള്ള പാകം വന്നു ചേരുകയും ചെയ്യുമ്പോഴാണ് അത് പൂർണ്ണത എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ശരിക്കും ഡിഫൈൻ ആവുന്നത്. അത് മാത്രമല്ല, ഈ ഭാരതത്തിലും ഭഗവത്ഗീതയിലുമൊക്കെ ഈ ഭക്തരോട് ഭഗവാനുള്ള അല്ലെങ്കിൽ മൂർത്തിക്ക് ദേവതയ്ക്കുള്ള ആ ഒരു സ്നേഹാതിരേകം പല സ്ഥലത്തും പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഉപാസകരുടെയും സാധകരുടെയും കാര്യത്തിൽ ഈ സ്നേഹാതിരേകത്തിൻ്റെ കാര്യമൊന്നും അങ്ങനെ വിശദമായി പറയുന്നില്ല. സ്നേഹാതിരേകം ഉണ്ട്. നമ്മൾ സാധന ചെയ്താലും ശരി, ഉപാസനയിലാണെങ്കിലും മതി, ഭഗവതിക്ക് ആ ഒരു സ്നേഹാതിരേകം ധാരാളമായിട്ടുണ്ട്. നമേ ഭക്ത പ്രണശ്യതി എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഭക്തനെ ഞാൻ വെറുതെ പോകാൻ വിടുന്നില്ല എന്ന് കൃഷ്ണൻ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ നല്ല പഞ്ച് ഡയലോഗുകൾ ധാരാളം കാണാൻ പറ്റും. അപ്പോൾ അത് ഉപാസനയിലും വാല്യൂഡാണ്, സാധനയിലും വാല്യൂഡാണ്. സാർ, അങ്ങ് വളരെ ലളിതമായിട്ട് ഭക്തി, സാധന, ഉപാസന ഇവ തമ്മിലുള്ള ബന്ധവും ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങളും ഭക്തരെ ഭഗവാൻ അല്ലെങ്കിൽ സാധന ഉപാസനയൊക്കെ ഭഗവാനോ ഭഗവതിയും ഒക്കെ എങ്ങനെയാണ് കാണുന്നതെന്നും ആ സ്നേഹാതിരേകത്തെക്കുറിച്ചുമൊക്കെ വളരെ ലളിതമായി ജനജീവിയുടെ ഭക്തർക്ക് വേണ്ടി വിശദീകരിച്ചു. നന്ദി.